subject. In continuation of yesterday's subject, we read Galatians chapter 2 verse 20. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച വിഷയത്തിന്റെ തുടർച്ചയായിട്ട് ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. I am crucified with Christ, nevertheless I live, yet not I, but Christ liveth in me. And the life which I now live in the flesh, I live by the faith of the Son of God who loved me and gave himself for me. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ചു എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. To remind you, let us go to John chapter 3 verse 16. നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് തിരിയാം. John 3:16, for God so loved the world that he gave his only begotten Son, that whosoever believeth in him should not perish but have everlasting life. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. Yesterday I told you God expressed his love through John 3:16. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞത് യോഹന്നാൻ 3:16 നമ്മൾ കാണുന്ന ദൈവം നമ്മോട് കാണിച്ച പ്രദർശിപ്പിച്ച സ്നേഹത്തെക്കുറിച്ചാണ്. In return, 1 John chapter 3 verse 16, we read like this. അതിന് പകരമായി 1 യോഹന്നാൻ 3:16 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. Hereby perceive we the love of God, because he laid down his life for us, and we ought to lay down our lives for the brethren. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. So you and I are called by God to lay down our life for the brethren. ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ പ്രാണൻ നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി വെച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ്. So in connection with that, Paul says in Galatians 2:20, അതിനോട് അനുബന്ധിച്ച് പൗലോസ് ഗലാത്യ ലേഖനത്തിൽ 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. He says, Galatians 2:20, he says, I am crucified with Christ. ഞാൻ യേശുക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. But I live, but not live. I am not living for myself. എന്നാൽ ഇനി ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല, ഞാനല്ല. But Christ lives in me. ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. So beloved, the purpose of God calling you and me, we should understand. ദൈവം നമ്മളെ എന്തിനു വേണ്ടിയാണ് വിളിച്ചതെന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. Christ came and died about 2000 years ago. 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് ലോകത്തിൽ വന്നു, നമുക്ക് വേണ്ടി മരിച്ചു. We have to present Christ of today. അതുകൊണ്ട് നമ്മൾ യേശു കർത്താവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. We should present Christ of today. ഇന്നത്തെ ക്രിസ്തുവിനെ നമ്മൾ കാണിച്ചു കൊടുക്കണം. Where is the Christ of today? ഇന്നത്തെ ക്രിസ്തു എവിടെയാണ്? Have you ever thought of that? നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? Where is the Christ of today? ഇന്നത്തെ ക്രിസ്തു എവിടെയാണ്? You and I are the Christ of today. ഞാനും നിങ്ങളുമാണ് ഇന്നിന്റെ ക്രിസ്തുക്കൾ. When I say this, you must say, what is he talking? ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ എന്താണ് ഈ പറയുന്നതെന്ന്. What Paul says, എന്താണ് പൗലോസ് പറയുന്നത്? I am crucified. ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. Now Paul is not living anymore. ഇനി പൗലോസ് ജീവിച്ചിരിക്കുന്നില്ല. But Christ living in Paul. പൗലോസിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത്. That's what he says here. അതാണ് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. When we study about the life of the first century saints, 1-ാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാരുടെ ജീവിതത്തെ നമ്മൾ പഠിക്കുമ്പോൾ they were not living for themselves. അവർ അവർക്ക് വേണ്ടി തന്നെ ജീവിച്ചിട്ടില്ല. They were living for Christ. അവർ ക്രിസ്തുവിന് വേണ്ടിയാണ് ജീവിച്ചത്. People were able to see Christ in them. ആളുകൾക്ക് അവരിൽ ക്രിസ്തുവിനെ കാണാമായിരുന്നു. That's why Paul says Christ in you is the hope of glory.
അതെ, നിങ്ങളിലുള്ള ക്രിസ്തുവാണ് മഹത്വത്തിന്റെ പ്രത്യാശയെന്ന്. So we believers gradually become self-seekers. നമ്മൾ വിശ്വാസികൾ ആമേൻ കാലക്രമേണ സ്വയസ്നേഹികളായി നമ്മെ തന്നെ തേടുന്നവരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. Now there are so many believers in the church, but majority of them are self-seekers. നമ്മുടെ സഭകളിലെല്ലാം ഒരുപാട് വിശ്വാസികളുണ്ട്, എന്നാൽ ഭൂരിപക്ഷം ആളുകളും അവരവരുടെ കാര്യം നോക്കുന്നവരാണ്. We should make ourselves available for Christ to live in us. കർത്താവായ യേശു ക്രിസ്തു നമ്മിൽ ജീവിക്കുവാൻ നമ്മൾ കർത്താവിന് ലഭ്യതയുള്ളവരായിരിക്കണം. We are not preaching an old Christ, but Christ that lives in us. നമ്മളൊരു പഴയ ക്രിസ്തുവിനെ അല്ല പ്രസംഗിക്കുന്നത്, ഇന്ന് നമ്മിൽ ജീവിക്കുന്ന ക്രിസ്തുവിനെയാണ്. That's why Jesus Christ said, "You are the light of the world." അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങളാണ് ലോകത്തിന്റെ വെളിച്ചമെന്ന്. That's why Jesus Christ, "You are the salt of the earth." അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാണെന്ന്. You are the salt of the earth. You are the light of the world. നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. You and I are not called to just say, ഇപ്പോഴത്തേക്ക് ഇത് മതി. You and I are called not to say that Christ of 2000 years ago. നമ്മൾ 2000 വർഷം മുമ്പുള്ള കർത്താവിനെ കുറിച്ച് പറയാനല്ല നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. That Christ is living in us today. ഇന്ന് നമ്മിൽ ജീവിക്കുന്ന കർത്താവിനെയാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. People speak about that Christ these days with so many stories. ആളുകൾ കർത്താവായ യേശു ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നത് പലവിധ കഥകളിലൂടെയാണ്. These days some people began to say, some books were written that Jesus Christ was married. Jesus married Mary Magdalene and he had a son called Jude. യേശു കർത്താവ് മഗ്ദലന മേരിയെ കല്യാണം കഴിച്ചെന്നും അവർക്ക് ജൂഡ് എന്ന പേരുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പുസ്തകങ്ങൾ എഴുതുന്നവരുണ്ട്. Then they started a new film recently, about 2 months ago. They found out a tomb in Jerusalem in which they say they found the body of Christ and body of Mary Magdalene and their child Jude. ചില നാളുകൾക്ക് മുമ്പ് ഒരു കല്ലറ അവർ കണ്ടെത്തിയെന്നും അതിനകത്ത് മേരി മഗ്ദലനയുടെയും ആ കുഞ്ഞിന്റെ ശവശരീരങ്ങൾ കണ്ടെത്തിയതായി, also of Christ, ക്രിസ്തുവിന്റെ ശവശരീരം ഒപ്പം കണ്ടെത്തിയതായി ഒരു ഫിലിം ഇറങ്ങിയിട്ടുണ്ട്. So when people speak all those things, where will you show true Christ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എവിടെയാണ് നമ്മൾ യഥാർത്ഥ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കേണ്ടത്? In us. നമ്മിലാണ് ആ ക്രിസ്തുവിനെ കാണിക്കേണ്ടത്. You and I have got the responsibility to tell the people, Christ living in me. എന്നിൽ ജീവിക്കുന്ന, നമ്മിൽ ജീവിക്കുന്ന ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. But what we are doing? എന്നാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? Taking the help of Jesus Christ, asking for blessing to live for ourselves. കർത്താവായ യേശു ക്രിസ്തുവിനോട് അനുഗ്രഹമൊക്കെ ചോദിച്ചു വാങ്ങി നാം നമുക്ക് വേണ്ടി തന്നെ ജീവിക്കുകയാണ്. Then we say we are children of God. എന്നിട്ട് പറയും നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്ന്. What a great mistake we are doing today. എത്രയോ ഗുരുതരമായ തെറ്റാണ് ഈ ദിവസം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. So your life and my life should be that Christ live in us. എൻ്റെ നിങ്ങളുടെ ജീവിതം തീർച്ചയായും ക്രിസ്തു ജീവിക്കുന്ന, നമ്മിൽ ജീവിക്കുന്ന ഒരു ജീവിതമായിരിക്കണം. We should be able to tell people, look, Christ is in me. നോക്കുക, എന്നിൽ ക്രിസ്തു ഉണ്ടെന്ന് മറ്റുള്ളവർ പറയുവാനുള്ള ഒരു ത്രാണി നമുക്കുണ്ടായിരിക്കണം. Where is Christ? എവിടെയാണ് ക്രിസ്തു? He is in me. ആ കർത്താവ് എന്നിലുണ്ട്. Look at my life. എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുക. Look at my day-to-day life. എൻ്റെ ദൈനംദിന ജീവിതത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. Look at my conversation. എൻ്റെ സംഭാഷണം നിങ്ങൾ ശ്രദ്ധിക്കുക. Look at how I live. ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് നോക്കുക. From this you can see Christ. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് ക്രിസ്തുവിനെ കാണുവാൻ സാധിക്കും. When the Pentecostal movement started in Kerala, കേരളത്തിൽ പെന്തക്കോസ്ത് പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ saints used to give this testimony to others. വിശുദ്ധന്മാർ ഇങ്ങനെയുള്ള സാക്ഷ്യമാണ് മറ്റുള്ളവർക്ക് കൊടുത്തിരുന്നത്.
But now we have become self-seekers. എന്നാൽ ഇപ്പോൾ നമ്മളെല്ലാവരും സ്വയസ്നേഹികളും നമ്മുടെ കാര്യം നോക്കുന്നവരുമായി മാറിയിരിക്കുന്നു. We just ask God, give me this, give me this. നമ്മൾ ദൈവത്തോട് ചോദിക്കുന്ന കർത്താവ് എനിക്ക് അത് തരൂ ഇത് തരൂ എന്നൊക്കെയാണ്. But your neighbor should see Christ in you. എന്നാൽ പ്രിയ സഹോദര, താങ്കളുടെ അയൽക്കാരൻ നിങ്ങളിൽ ക്രിസ്തുവിനെ കാണണം. Your friend should see Christ in you. താങ്കളുടെ സുഹൃത്ത് നിങ്ങളിൽ ക്രിസ്തുവിനെ കാണണം. Your business partner should see Christ in you. താങ്കളുടെ ബിസിനസ് പങ്കാളി താങ്കളുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ കാണണം. Your college student who is studying with you should see Christ in you. താങ്കളോടുകൂടെ പഠിക്കുന്ന വിദ്യാർത്ഥി, കോളേജ് സ്റ്റുഡന്റ് താങ്കളിൽ ക്രിസ്തുവിനെ കാണണം. When you are traveling, your co-passenger should see Christ in you. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ സഹയാത്രികൻ നിങ്ങളിൽ ക്രിസ്തുവിനെ കാണണം. Christ should use your mouth. അതെ, കർത്താവ് നിങ്ങളുടെ വായ് ഉപയോഗിക്കട്ടെ. Let Christ see through your ears. അതെ, കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളിലൂടെ അവർ കാണട്ടെ. No, let Christ see through your ears. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ കണ്ണിലൂടെ മറ്റുള്ളവരെ കാണട്ടെ. Yes. Let Christ speak to people through you. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ വായിലൂടെ മറ്റുള്ളവരോട് സംസാരിക്കട്ടെ. Let Christ walk through your leg. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ കാലുപയോഗിച്ച് നടക്കട്ടെ. Let Christ work through your hand. കർത്താവായ യേശു ക്രിസ്തു പ്രവർത്തിക്കുവാൻ നിങ്ങളുടെ കൈകൾ ഉപയോഗിക്കട്ടെ. This is real spiritual life. ഇതാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയ ജീവിതം. When you know this responsibility, നിങ്ങൾ ഈ ഉത്തരവാദിത്വം മനസ്സിലാക്കി കഴിയുമ്പോൾ, then you will not make any long prayer for your own self. നിങ്ങൾക്ക് വേണ്ടിയുള്ള നീണ്ട പ്രാർത്ഥനകളൊന്നും പിന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുകയില്ല. You will not pray, Lord, give me a house. കർത്താവ് എനിക്ക് ഒരു വീട് തരണമേ എന്ന് പിന്നെ പ്രാർത്ഥിക്കുകയില്ല. You will say, Lord, let my neighbor see you in me. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഇങ്ങനെയായിരിക്കും, കർത്താവേ എന്റെ അയൽക്കാരൻ എന്നിൽ ക്രിസ്തുവിനെ കാണുവാനിടയാകണമേ എന്ന്. Lord, on one occasion I shouted, I did not show Christ, I showed Satan in me. ഒരു പ്രാവശ്യം ഞാൻ വളരെ ഉച്ചത്തില് ഉറക്കെ കരഞ്ഞോ, ഒരിക്കൽ ഞാൻ എന്റെ കർത്താവിനെ എന്നിൽ കാണുന്നില്ല, ഞാൻ സാത്താനെയാണ് എന്നിൽ കാണുന്നതെന്ന്. When I shouted at my neighbor, ഞാൻ എന്റെ വേലക്കാരനോട് ഒച്ച വെച്ചപ്പോൾ, at my neighbor, എന്റെ വേലക്കാരനിൽ, when I shouted at my neighbor, എന്റെ അയൽക്കാരനിൽ ഞാൻ ഒച്ച വെച്ചപ്പോൾ, the neighbor could not see Christ in me. അയൽക്കാരനോട് ഞാൻ വഴക്കുണ്ടാക്കിയ സമയത്ത് അയൽക്കാരൻ എന്നിൽ ക്രിസ്തുവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. Lord, it's my mistake. കർത്താവേ, ഇതെന്റെ ജീവിതത്തിൽ വന്ന തെറ്റാണ്. Lord, next time my neighbor should see Christ in me. കർത്താവേ, അടുത്ത പ്രാവശ്യം എന്റെ അയൽക്കാരൻ എന്നിൽ ക്രിസ്തുവിനെ കാണുവാനിടയാകണം. That should be your prayer. അതായിരിക്കണം നിങ്ങളുടെ പ്രാർത്ഥന. See, in the Philippians it is written, all our requests be made through prayer. നമ്മുടെ ആവശ്യങ്ങളെല്ലാം പ്രാർത്ഥനയോടുകൂടെ ദൈവത്തോട് അറിയിക്കണമെന്നാണ് ആമേൻ ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. What is your need? എന്താണ് നിങ്ങളുടെ ആവശ്യം? Is it building or is it material things? കെട്ടിടങ്ങളും അതുപോലുള്ള ഭൗതിക വസ്തുക്കളുമാണോ നിങ്ങളുടെ ആവശ്യം? Not at all. ഒരിക്കലുമല്ല. Lord, Christ should be seen through me. കർത്താവേ, എന്നിലൂടെ ക്രിസ്തുവിനെ മറ്റുള്ളവർ കാണുവാനിടയാകണമേ എന്നായിരിക്കണം. When you go through sufferings, നിങ്ങൾ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ, the neighbor get an opportunity to see Christ in you. അയൽക്കാരന് നിങ്ങളിൽ ക്രിസ്തുവിനെ കാണുവാൻ ഒരു അവസരം ലഭിക്കുകയാണ്. When you go through sicknesses, നിങ്ങൾ രോഗത്തിലൂടെ കടന്നു പോകുമ്പോൾ, your neighbor get an opportunity to see Christ in you. നിങ്ങളുടെ അയൽക്കാരന് നിങ്ങളിൽ ക്രിസ്തുവിനെ കാണുവാൻ ഒരു അവസരം ഉണ്ടാവുകയാണ്. When you meet accidents, നിങ്ങൾ ആ അപകടങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ, the neighbor gets an opportunity to see Christ in you. നിങ്ങളുടെ അയൽക്കാരന് നിങ്ങളിൽ ക്രിസ്തുവിനെ കാണുവാൻ ഒരു അവസരം ഉണ്ടാവുകയാണ്. When you go through financial crisis, നിങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ, the neighbor get an opportunity to see Christ in you. അയൽക്കാരന് നിങ്ങളിൽ ക്രിസ്തുവിനെ കാണുവാൻ ഒരു അവസരം ഉണ്ടാവുകയാണ്. That is the true life which Jesus accepts. അങ്ങനെയുള്ള ജീവിതമാണ് കർത്താവ് വാസ്തവത്തിൽ അംഗീകരിക്കുന്നത്. First century saints were all like that. ഒന്നാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാരെല്ലാം അങ്ങനെയുള്ളവരായിരുന്നു. Therefore, wherever they went, people began to follow that Christ. അതുകൊണ്ട് എവിടെയെല്ലാം അവർ പോയി അവിടെയെല്ലാം മറ്റുള്ളവർ കർത്താവിനെ അനുഗമിച്ചു.
But what we are doing today, എന്നാൽ ഇന്ന് എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? we ask God to get so many things so that we can live for ourselves. കർത്താവേ, എനിക്ക് അതും ഇതും തരണമേ, അതുകൊണ്ട് ഞാൻ സന്തോഷമായിട്ട് ലോകത്തിൽ ജീവിക്കട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. That is not the purpose of calling. അതല്ല ദൈവം നമ്മെ വിളിച്ചതിന്റെ ഉദ്ദേശം. For what purpose called you? ദൈവം എന്തിനാണ് നമ്മളെ വിളിച്ചത്? To make you the light of the world. നിങ്ങളെ ലോകത്തിന്റെ വെളിച്ചമാക്കി മാറ്റുവാൻ വേണ്ടിയാണ്. To make you the salt of the earth. നിങ്ങളെ ഈ ലോകത്തിന്റെ ഉപ്പാക്കി മാറ്റുവാൻ വേണ്ടിയാണ്. To make you an image of Christ. നിങ്ങൾ ക്രിസ്തുവിന്റെ പ്രതിമയാക്കി നിങ്ങളെ മാറ്റുവാൻ വേണ്ടിയാണ്. Hallelujah. Praise the Lord. That's why he has washed you with his blood. അതുകൊണ്ടാണ് ദൈവം നമ്മളെ തന്റെ കർത്താവിന്റെ രക്തം കൊണ്ട് നമ്മളെ കഴുകിയെടുത്തത്. That's why he has filled you with the Holy Ghost. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ നിറച്ചത്. This responsibility we are failing. ഈ ഉത്തരവാദിത്വത്തിലാണ് നമ്മൾ പരാജയപ്പെട്ട് കിടക്കുന്നത്. I am not boasting about ourselves. ഞാൻ ഒരിക്കലും അഹങ്കാരം പറയല്ല. If you come to Jammu and come to Bakshinagar, നിങ്ങൾ ജമ്മുവിലും ബക്ഷിനഗറിലും ഒക്കെ വന്നാൽ, where we are living, അവിടെ ഞങ്ങൾ താമസിക്കുന്നിടത്ത് so many people are against because we are following Christ. ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരുപാട് എതിരാളികൾ ഞങ്ങൾക്ക് അവിടെയുണ്ട്. So many RSS people are there. ഒരുപാട് RSSകാർ അവിടെയുണ്ട്. So many Shivasena people are there. ഒരുപാട് ശിവസേനക്കാർ അവിടെയുണ്ട്. So many people are angry, anxious to kill us. പല ഞങ്ങളെ കൊല്ലുവാൻ നോക്കിയിരിക്കുന്ന ആളുകൾ വരെ അവിടെയുണ്ട്. But all of them will give you a good testimony about us. എന്നാൽ അവരെല്ലാവരും ഞങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരു നല്ല സാക്ഷ്യം പറയും. I need not tell you. ഞാനത് പറയേണ്ട കാര്യമില്ല നിങ്ങളോട്. You just go and inquire about us. നിങ്ങൾ അവിടെ പോയി ഞങ്ങളെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കുക. To give a good testimony, you have to suffer a lot. ഒരു നല്ല സാക്ഷി നമ്മൾ പ്രാപിച്ചെടുക്കുവാൻ ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ടേ മതിയാവും. Unless we forsake our own selfish ambition, you cannot have a good testimony. നമ്മുടെ സ്വയ താല്പര്യങ്ങളും എല്ലാം ഉപേക്ഷിക്കാതെ നമുക്ക് ഒരിക്കലും ഒരു നല്ല സാക്ഷ്യം മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയത്തില്ല. See, if you are full of fragrance, a good smell, നിങ്ങൾ നിറച്ച ഒരു പരിമള തൈലം നിറച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. the smell will be around. ആ സുഗന്ധ തൈലത്തിന്റെ ആ സുഗന്ധം അവിടെയെല്ലാം പരക്കും. Around. അവിടെയെല്ലാം പരക്കുനിടയാകും. Hallelujah. Praise the Lord. That's how we testify Christ through our life. അതുപോലെയാണ് നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലൂടെ സാക്ഷീകരിക്കുന്നത്. What Paul says. എന്താണ് പൗലോസ് പറയുന്നത്? Christ is living in me. യേശുക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. Hallelujah. Hallelujah. No more Paul living. പൗലോസിന് ജീവിക്കുന്നില്ല. Christ is living in me. ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. So when God allows some sufferings for you, ദൈവം നിങ്ങൾക്ക് കുറെ കഷ്ടതകൾ അനുവദിക്കുമ്പോൾ, this is the purpose. This may be one of the purpose behind it. അതിന്റെ പിന്നിലെ ഉദ്ദേശം ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ്. When God breaks up your family life, ദൈവം നിങ്ങളുടെ കുടുംബജീവിതത്തെ breaks up, വേർപിരിക്കുമ്പോൾ, തകർക്കുമ്പോൾ, that is the meaning behind it. അതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. അതും ഈ ഉദ്ദേശത്തോടു കൂടെയാണ്. That you may show forth Christ. ആ സമയത്ത് നിങ്ങൾ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. But the present day thinking is like this. എന്നാൽ ഇന്നത്തെ കാര്യം അതല്ല. The present day people, pastors and believers think like this. ഇന്നത്തെ വിശ്വാസികളും പാസ്റ്റർമാരും ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. Oh, lead a good family life. നല്ലൊരു കുടുംബജീവിതം നയിക്കുക. With full love for husband and wife. ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല സ്നേഹത്തിൽ ജീവിക്കുക. With children. കുട്ടികളോടൊരുമിച്ച് സുഖമായി ജീവിക്കുക. And lead a happy married life. ഏറ്റവും മനോഹരമായ ഒരു ദാമ്പത്യ ജീവിതം നയിക്കുക. And when Christ comes, we will all go out. അങ്ങനെ ക്രിസ്തു വരുമ്പോൾ നമ്മൾ കുടുംബമായി എല്ലാവരും പോകും. When Christ comes, we will all go out. കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ നമ്മൾ എല്ലാവരും പോകും. That is not the message what the world needs today. ആ ഒരു സന്ദേശമല്ല ഇന്ന് ലോകത്തിന് ആവശ്യം. When we go through all the problems of life, നമ്മൾ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധിയിലൂടെയും കടന്നു പോകുമ്പോൾ, Christ should be seen by all people in us. നമ്മുടെ ജീവിതത്തിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ മറ്റുള്ളവർ കാണണം. For that 1 John chapter 3 verse 24. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. 1 John chapter 3 verse 24. 1 യോഹന്നാൻ 3:24. And he that keepeth his commandments dwelleth in him,
and ye in him. And hereby we know that he abideth in us by the Spirit which he hath given us. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു. അവൻ നമ്മിൽ വസിക്കുന്നു എന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയുന്നു. Hallelujah. Praise the Lord. Here it says, he that keepeth his commandments dwelleth in him and he in him. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു. Hallelujah. If we accept and follow all the commandments of the Lord, കർത്താവായ യേശുവിന്റെ എല്ലാ കൽപ്പനകളെയും സ്വീകരിച്ച് അനുഗമിക്കുമ്പോൾ he lives in us. ക്രിസ്തു നമ്മിൽ ജീവിക്കും. What is the commandment? എന്താണ് കൽപ്പന? Is it 10 commandments? അത് 10 കൽപ്പനയാണോ? No. അല്ല. What Jesus said? എന്താണ് കർത്താവ് പറഞ്ഞത്? Unless you deny yourself, you cannot be my disciple. നിങ്ങൾ നിങ്ങളെ തന്നെ ത്യജിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. That is the commandment of the Lord. അതാണ് യേശു കർത്താവിന്റെ കൽപ്പന. Unless you love your enemies, you cannot be my disciple. ശത്രുവിനെ സ്നേഹിക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ നിനക്ക് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. How I can say that? എനിക്ക് എങ്ങനെ പറയാൻ കഴിയും അത്? Jesus Christ said, take up my yoke. കർത്താവ് പറഞ്ഞു എൻ്റെ നുകം ഏറ്റെടുക്കുക. I explained to you about the yoke in Matthew 5, chapter 5, chapter 6 and chapter 7. മത്തായി 5, 6, 7 അധ്യായങ്ങളിൽ നിന്ന് ആ നുകത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് വിശദീകരിച്ചു. Many people do not know the commandment of the Lord Jesus Christ. പല ആളുകൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൽപ്പന എന്താണെന്ന് അറിയത്തില്ല. When we say about the commandment of the Lord, they will just tell about the 10 commandments. കർത്താവിന്റെ കൽപ്പനയെക്കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് അവർ പറയുന്നത് 10 കൽപ്പനയെക്കുറിച്ചാണ്. But my dear friend, when you read the Gospels and the epistles, you can see firm commandments of the Lord. എന്നാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, സുവിശേഷങ്ങളും ലേഖനങ്ങളും നമ്മൾ വായിക്കുമ്പോൾ ശക്തമായ ദൈവത്തിന്റെ കൽപ്പനകൾ, കർത്താവിന്റെ കൽപ്പന നമുക്ക് അതിനകത്ത് കാണാൻ കഴിയും. I request you to start reading from Matthew, Gospel of Matthew, and start writing in a paper the commandment of the Lord Jesus Christ. നിങ്ങൾ മത്തായിയുടെ സുവിശേഷം വായിച്ചിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് കർത്താവ് പറഞ്ഞ കൽപ്പനകൾ അതിൽ എഴുതുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെക്കുറിച്ച്. When you read chapter 1, chapter 2, chapter 3, take a paper and pencil and start writing the commandments of the Lord. നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 1, 2 അധ്യായങ്ങൾ ഇങ്ങനെ വായിക്കുമ്പോൾ അവിടെ കാണുന്ന യേശുവിന്റെ കൽപ്പനകളെല്ലാം ഒരു പേപ്പറിലേക്ക് പകർത്തുക. Then Mark, Luke, John, and see what is all the commandments of the Lord. പിന്നെ മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഒക്കെ വായിക്കുമ്പോൾ അവിടെ കർത്താവിന്റെ കൽപ്പനകൾ നമുക്ക് കാണുവാൻ കഴിയും. Then you write about the epistles, wherever the commandments of the Lord. ആ ലേഖനങ്ങൾ നോക്കുക, അവിടെയും എവിടെയെല്ലാം കർത്താവിന്റെ കൽപ്പന ഉണ്ടെന്ന് നോട്ട് ചെയ്യുക. I used to do like that. ഞാനത് ചെയ്യാറുണ്ട്. When I started reading the word, I take a paper and pencil. This is the commandment of the Lord. This is the commandment of the Lord. Am I following it? ആ ദൈവത്തിന്റെ വചനം ഞാൻ വായിക്കുമ്പോൾ ഒരു പേപ്പർ എടുത്ത് ഇത് കർത്താവിന്റെ കൽപ്പനയാണ്, ഇത് കർത്താവിന്റെ കൽപ്പനയാണ് എന്ന് എഴുതി വെച്ചിട്ട് ഇത് ഞാൻ അനുസരിക്കുന്നുണ്ടോ എന്ന് ഞാൻ എന്നെ തന്നെ പരിശോധിക്കാറുണ്ട്. I take a paper and pencil and write 1, 2, 3, 4. This is the commandments, and I see, am I following it? ഞാനൊരു പേപ്പർ എടുത്ത് പെൻസിൽ കൊണ്ട് കർത്താവിന്റെ കൽപ്പനകൾ എഴുതി വെച്ചിട്ട് ഞാനത് അനുഗമിക്കാറുണ്ടോ, അനുസരിക്കാറുണ്ടോ എന്ന് ഞാൻ പരിശോധിക്കാറുണ്ട്. I ask myself, Samuel, do you follow that commandment? ഞാൻ എന്നോട് തന്നെ ചോദിക്കും, ശമൂവേലേ, നീ കൽപ്പന അനുസരിക്കാറുണ്ടോ? One of the commandments very hard for me to love the enemies. ആ കർത്താവ് പറഞ്ഞ കൽപ്പനയിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയൊരു കാര്യം ശത്രുവിനെ സ്നേഹിക്കുക എന്ന കൽപ്പനയാണ്. It was easy to forgive him. അവരോട് ക്ഷമിക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. But to love him, എന്നാൽ അവനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. it was easy to forgive my enemies. എൻ്റെ ശത്രുവിനോട് ക്ഷമിക്കാൻ എനിക്ക് കഴിയും. It was easy. അത് എളുപ്പമാണ്. But to love him, എന്നാൽ അവനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് it's not that easy. അതത്ര എളുപ്പമല്ല. When people speak against you, ആളുകൾ നിങ്ങൾക്കെതിരായി സംസാരിക്കുമ്പോൾ to love them നിങ്ങൾ അവരെ സ്നേഹിക്കണം, and pray for them. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. It is not easy. അത് എളുപ്പമുള്ള കാര്യമല്ല.
I used to write it down and pray, Lord, this person is speaking against me. ഇങ്ങനെയുള്ള കൽപ്പനകളെല്ലാം ഞാൻ എഴുതി വെച്ചിട്ട് ഞാൻ കർത്താവോട് പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവേ, ഈ കൽപ്പന അനുസരിക്കുവാൻ കൃപ തരണമേ. I pray, Lord, I say, Lord, this person is speaking against me. ആ കർത്താവേ, ഈ വചനം എനിക്കെതിരായി സംസാരിക്കും. This person is speaking against me. ഈ വ്യക്തി എനിക്കെതിരായിട്ട് സംസാരിക്കുന്നു. Lord, I cannot love him. കർത്താവേ, എനിക്ക് അവനെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. Lord, grant me grace to love him. കർത്താവേ, നിന്റെ കൃപ എനിക്ക് തരണം അവനെ സ്നേഹിക്കുവാൻ. That is the request that is the prayer request. അതാണ് യഥാർത്ഥ പ്രാർത്ഥന വിഷയം. Do you understand me? നിങ്ങൾക്ക് എന്നെ മനസ്സിലാകുന്നുണ്ടോ? Jesus Christ says, our Father in heaven knows what is our need. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, സ്വർഗ്ഗസ്ഥനായ പിതാവ് നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടെന്ന് നന്നായി അറിയുന്നു എന്ന്. So then you need not remind him, Lord, this is my need, this is my need. അതുകൊണ്ട് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ എനിക്ക് ആവശ്യമുണ്ടെന്ന് കർത്താവിനെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. If you are living in a rented house, God knows about your rent. നിങ്ങളൊരു വാടക കെട്ടിടത്തിലാണ് പാർക്കുന്നതെങ്കിൽ അതിന് വാടക കൊടുക്കണമെന്ന കാര്യം കർത്താവിന് അറിയാം. If your children is studying in the school, God knows that your fee is to be given. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കണമെന്ന കാര്യം കർത്താവിന് അറിയാം. God knows how many pairs of dresses you have. അതെ, നിങ്ങൾക്ക് എത്ര ജോഡി വസ്ത്രങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം കർത്താവിന് അറിയാം. And God knows when your dress will become old to be thrown away. നിങ്ങളുടെ വസ്ത്രം പഴയതായി എറിഞ്ഞു കളയേണ്ട സമയമാകുന്നതും കർത്താവിന് അറിയാം. God knows how much rice is there in your kitchen store. നിങ്ങളുടെ അടുക്കളയിൽ എത്രമാത്രം അരിയുണ്ടെന്നുള്ള കാര്യം കർത്താവിന് അറിയാം. Is he knows or not? Tell me, is he knows or not? കർത്താവ് അറിയുന്നില്ലയോ? പറയൂ. See, when you drive the scooter, God knows how much petrol is inside. സ്കൂട്ടർ ഓടിക്കുന്ന ആൾക്ക് എത്രമാത്രം ആ സ്കൂട്ടറിനകത്ത് പെട്രോൾ ഉണ്ടെന്ന് ദൈവത്തിന് അറിയാം. We are following a God who knows each and every needs of ourselves. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അറിയുന്നവനായ ദൈവത്തെയാണ് നമ്മൾ അനുഗമിക്കുന്നത്. We know only our today's need. നമുക്ക് നമ്മുടെ ഇന്നിന്റെ ആവശ്യങ്ങളും ഇന്നത്തെ ആവശ്യം മാത്രമേ അറിയാവുള്ളൂ. God knows what will be our needs tomorrow. നാളത്തെ നമ്മുടെ ആവശ്യം കൂടി അറിയുന്നവനാണ് നമ്മുടെ ദൈവം. God knows what will be your need after 10 days. ആമേൻ. 10 ദിവസത്തെ ആവശ്യങ്ങൾ അറിയുന്നവനാണ്. After 10 days. ഇതിന് ശേഷമുള്ള 10 ദിവസത്തെ ആവശ്യം കൂടെ കർത്താവ് അറിയും. 10 ദിവസത്തിന്റെ ഇത് കഴിഞ്ഞ് 10 ദിവസത്തെ ആവശ്യം കൂടെ. അത് തന്നെ, 10 ദിവസത്തെ ആവശ്യം കൂടെ കർത്താവ് അറിയുന്നവനാണ്. After 1 month, what is your need? God knows. ആമേൻ. ഇതിന് ശേഷമുള്ള 1 മാസത്തെ ആവശ്യങ്ങൾ കൂടെ കർത്താവ്. After 1 month, what will be your need? 1 മാസത്തിന് ശേഷം നിങ്ങളുടെ ആവശ്യം എന്താണ്? He knows. അതും കർത്താവ് അറിയുന്നു. He knows what will be your need after 1 year. 1 വർഷത്തിന് ശേഷമുള്ള നിങ്ങളുടെ ആവശ്യം എന്താണ്? God knows. കർത്താവ് അറിയുന്നു. God knows what your need after 10 years. 10 വർഷത്തിന് ശേഷമുള്ള നിങ്ങളുടെ ആവശ്യവും കർത്താവിന് അറിയാം. Am I right? ഞാൻ പറഞ്ഞു ശരിയാണോ? Tell me. പറയൂ. Praise the Lord. When God knows all your needs, ദൈവം എല്ലാ നിങ്ങളുടെ ആവശ്യങ്ങളും എല്ലാം അറിയുമ്പോൾ, why do you bother about it? നിങ്ങൾ എന്തിനാണ് അതിനെക്കുറിച്ച് ഭാരപ്പെടുന്നത്? I believe my God knows the total money A.M. Samuel would spend. A.M. Samuel ചെലവഴിക്കേണ്ട മുഴുവൻ പണത്തെക്കുറിച്ചും നന്നായി ദൈവത്തിന് അറിയാം. God knows by the time A.M. Samuel leave the world, he would have spent this much of money. A.M. Samuel ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, when he is about to leave, ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എത്രമാത്രം പണം ചെലവഴിക്കുന്ന കാര്യം ദൈവത്തിന് അറിയാം. Am I right? ശരിയാണ് ഞാൻ പറയുന്നത്? How many of you say yes? എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? Whether you say yes or not, that is the fact. നിങ്ങൾ ശരിയാണോ തെറ്റാണെന്ന് പറഞ്ഞാലും സത്യം അതാണ്. God knows how many pairs of clothes A.M. Samuel will use. A.M. Samuelന് എത്ര ജോഡി വസ്ത്രങ്ങൾ ആവശ്യമുണ്ടെന്ന് ദൈവത്തിന് അറിയാം. How many he will use? എത്ര ജോഡി വസ്ത്രങ്ങൾ ഉപയോഗിക്കുമെന്നറിയാം. God knows how many pairs of chappals A.M. Samuel will use. എത്ര ജോഡി ചപ്പലുകൾ A.M. Samuel ഉപയോഗിക്കും എന്ന് ദൈവത്തിന് അറിയാം. God knows how many kilos of rice A.M. Samuel will eat. എത്ര കിലോ അരി A.M. Samuel തിന്നു തീർക്കുമെന്നും ദൈവത്തിന് അറിയാം. Am I right? ഞാൻ പറയുന്നത് ശരിയാണോ?
How many gallons of water A.M. Samuel will drink, God knows. എത്ര ഗ്യാലൻ വെള്ളം എം ശാമുവേൽ കുടിച്ചു തീർക്കുമെന്ന് ദൈവത്തിന് അറിയാം. Am I right? ഞാൻ പറഞ്ഞത് ശരിയാണോ? Or I am exaggerating? അതോ ഞാൻ അതിശോക്തി പറയാണോ? My dear friend, our Father God knows all of it. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പിതാവായ ദൈവം ഇത് സകലതും അറിയുന്നവനാണ്. God knows the exact timing of our needs. നമ്മുടെ ആവശ്യത്തിന് യഥാർത്ഥ തക്ക സമയം നമ്മുടെ ദൈവത്തിനും അറിയാം. Hallelujah. Praise the Lord. We do not know the timings of our need. ആമേൻ. നമ്മുടെ തക്ക സമയം നമുക്കറിയത്തില്ല. We do not know the timings of our need. At what time, what we need, we do not know. നമ്മുടെ ആവശ്യത്തിന്റെ തക്ക സമയം എപ്പോഴൊക്കെയാണ് നമുക്കത് ആവശ്യമെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. But God knows it. എന്നാൽ ദൈവത്തിന് ആ തക്ക സമയം അറിയാം. He arranges for it. ദൈവം അതിനുവേണ്ടി ക്രമീകരിക്കുന്നവനാണ്. Then what for we should think? പിന്നെ നമ്മൾ എന്തിനാണ് ചിന്തിച്ച് ഭാരപ്പെടുന്നത്? Our responsibility is Christ live in us. നമ്മുടെ ഉത്തരവാദിത്വം കർത്താവായ യേശുക്രിസ്തു നമ്മിൽ ജീവിക്കുക എന്നുള്ളതാണ്. Lord, make me a suitable person so that you can live in me. കർത്താവേ, അങ്ങേക്ക് എന്നിൽ വസിക്കത്തക്കവണ്ണം യോഗ്യതയുള്ളൊരു മനുഷ്യനാക്കി എന്നെ മാറ്റണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. If you are quarreled, husband and wife quarreled each other, നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കൂടുമ്പോൾ, then you should pray, Lord, I am angry with my husband, I am angry with my wife, you cannot live in me now. കർത്താവേ, ഞാൻ എൻ്റെ ഭാര്യയുമായി അല്ലെങ്കിൽ ഭർത്താവുമായി വഴക്കടിച്ചു, കർത്താവേ, നിനക്ക് എന്നിൽ ഇപ്പോൾ ജീവിക്കാൻ കഴിയത്തില്ല. Forgive me, Lord. എന്നോട് ക്ഷമിക്കണമേ. Lord, my person has come out. കർത്താവേ, എൻ്റെ മനുഷ്യത്വം വ്യക്തിത്വം പുറത്തു വന്നു. Forgive me. എന്നോട് ക്ഷമിക്കണമേ. You must live in us. കർത്താവേ, അങ്ങാണ് എന്നിൽ ജീവിക്കേണ്ടത്. Then you will go to your husband. അതിനുശേഷം ഭർത്താവിന്റെ അടുക്കൽ ചെല്ലുന്നു. And you will go to your wife. അല്ലെങ്കിൽ ഭാര്യയുടെ അടുക്കൽ ചെല്ലുന്നു. Forgive me. എന്നോട് ക്ഷമിക്കുക. Forgive me. എന്നോട് ക്ഷമിക്കുക. Christ should live in me. ആമേൻ. കർത്താവായ യേശുക്രിസ്തു എന്നിൽ ജീവിക്കേണ്ടതാണ്. But I came to live in me and that's why I quarreled with you. അതുകൊണ്ട് എന്നാൽ എൻ്റെ മനുഷ്യത്വം പുറത്തു വന്നതുകൊണ്ടാണ് ഞാൻ താങ്കളോട് വഴക്കടിച്ചത്. Forgive me. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കുക. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. Please check your life in how many places we have failed God. നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുക. ഏതെല്ലാം മണ്ഡലങ്ങളിലാണ് നിങ്ങൾ പരാജയപ്പെട്ടതെന്ന്. Then your prayer list will change. എന്നാൽ അങ്ങനെ പരിശോധിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന് മാറ്റമുണ്ടാകും. Hallelujah. Praise the Lord. My dear friend, God knows each and everything. എൻ്റെ പ്രിയ സഹോദരൻ, ദൈവം എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. That's why it is written, your very hairs are numbered. അതുകൊണ്ടാണ് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്, നമ്മുടെ തലയിലെ ഒരു ഓമമെങ്കിലും എണ്ണപ്പെട്ടിരിക്കുന്നുവെന്ന്. Hallelujah. Praise the Lord. Do you believe that word? നിങ്ങൾ ആ വചനം വിശ്വസിക്കുന്നുണ്ടോ? How many of you believe that? എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? Brother, sister, you believe or not, I believe the total number of hairs is known to my നിങ്ങൾ God. വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ എൻ്റെ തലയിലെ എല്ലാ രോമവും എണ്ണപ്പെട്ടിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I believe all that is written in the word of God. ഞാൻ വിശ്വസിക്കുന്ന എല്ലാം ഈ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു എന്നാണ്. All that is written in the word of God, I believe. ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാം ഞാൻ വിശ്വസിക്കുന്നു. I believe every comma, every full stop. ഞാൻ ഈ വചനത്തിലെ എല്ലാ കോമയും കുത്തും വരെ വിശ്വസിക്കുന്നവനാണ്. Why? എന്തുകൊണ്ട്? Jesus said, യേശു പറഞ്ഞു, even if heaven and earth change, one comma will not change. ആകാശവും ഭൂമി ഒഴിഞ്ഞു പോയാലും ദൈവത്തിന് ഒരു വള്ളിയും പുള്ളിയെങ്കിലും അത് ഒഴിഞ്ഞു പോകത്തില്ല. Hallelujah. Praise the Lord. So we are following a God who takes care of us. നമ്മളെ കുറിച്ച് കരുതുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ അനുഗമിക്കുന്നത്. We got a father when you came to Christ. When you came to Christ, you got a father. നിങ്ങൾ ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്കൊരു പിതാവിനെയാണ് ലഭിച്ചത്. You got a father. നിങ്ങൾക്കൊരു അപ്പച്ചനെ, പിതാവിനെ ലഭിച്ചിരിക്കുന്നു. Who is he? ആരാണവൻ? Almighty God. ഓ, സർവശക്തനായ ദൈവം. What is his ability? എന്താണ് ആ ദൈവത്തിന്റെ കഴിവ്? He knows your past. നിങ്ങളുടെ ഭൂതകാലം അവൻ അറിയാം. He knows your present. നിങ്ങളുടെ വർത്തമാനകാലം അറിയാം. He knows your future. നിങ്ങളുടെ ഭാവി അവൻ അറിയാം. He knows everything about you.
ആ ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. He knows about your wife. നിങ്ങളുടെ ഭാര്യയെ കുറിച്ച് അറിയാം. He knows about your husband. നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് അറിയാം. He knows about your children. നിങ്ങളുടെ കുട്ടികളെ കുറിച്ച് അറിയാം. He knows about your neighbor. നിങ്ങളുടെ അയൽക്കാരനെ കുറിച്ച് അറിയാം. He knows about your officer. നിങ്ങളുടെ ഓഫീസറെ കുറിച്ച് അറിയാം. He knows about your teacher. നിങ്ങളുടെ ടീച്ചറെ കുറിച്ച് അറിയാം. He knows about everything. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ദൈവത്തിന് അറിയാം. Then what for you will pray? പിന്നെ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്? Lord, enable me so that you may live in me. കർത്താവേ, അങ്ങനെ ജീവിക്കത്തക്കവണ്ണം എന്നെ കഴിവുള്ളവരാക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. You understood? നിങ്ങൾക്കത് മനസ്സിലായോ? All other thing he knows. എല്ലാ ചിന്തകളും കർത്താവ് അറിയുന്നുണ്ട്. All other things he knows. എല്ലാ കാര്യങ്ങളും കർത്താവിന് അറിയാം. മറ്റെല്ലാ കാര്യങ്ങളും അറിയാം. So you need not bother to remind God about it. അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളെ കുറിച്ചോ മറ്റു കാര്യങ്ങളെ കുറിച്ചൊന്നും നിങ്ങൾ വിചാരപ്പെടേണ്ട കാര്യമില്ല. For example, my son Finney's son Sam is sitting here. എൻ്റെ മകൻ ഫിന്നിയുടെ മകൻ സാം അവിടെ ഇരിപ്പുണ്ട്. Think that Sam said, "Papa, I need a pencil." ചിന്തിക്കുക, പപ്പ എനിക്കൊരു പെൻസിൽ വേണമെന്ന് സാം പറയുന്നു. He went and told his father. അവൻ്റെ പപ്പയുടെ അടുക്കൽ ചെന്ന് സാം ആ കാര്യം പറഞ്ഞു. In the morning he told him. രാവിലെ ആ കാര്യം പറഞ്ഞു. Then again after 1 hour, "Papa, I need a pencil." പിന്നെയും 1 മണിക്കൂർ കഴിഞ്ഞ് പപ്പയുടെ അടുക്കൽ ചെന്ന് പറയാം, പപ്പ എനിക്കൊരു പെൻസിൽ വേണം. Then after 3 hours, go and say again. പിന്നെയും 3 മണിക്കൂർ ശേഷം പപ്പയുടെ അടുക്കൽ ചെന്ന് പറയാ, പപ്പ എനിക്കൊരു പെൻസിൽ വേണം. Then what is Papa will say? എന്തായിരിക്കും പപ്പ അവനോട് പറയുന്നത്? Son, when you told me first, I heard it. എന്റെ മോനെ, നീ എന്നോട് ആദ്യം പറഞ്ഞപ്പോൾ തന്നെ ഞാനത് കേട്ടു. But our heavenly Father, he knows even before we tell him. എന്നാൽ നമ്മുടെ സ്വർഗ്ഗസ്ഥ പിതാവ് നമ്മൾ പറയുന്നതിന് മുന്നമേ ആ കാര്യങ്ങളൊക്കെ അറിയുന്നവനാണ്. I believe Matthew chapter 6, 25 to 31, 33 very well. ഞാൻ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 25 മുതൽ 31 വാക്യങ്ങൾ വളരെ വിശ്വസിക്കുന്ന ഒരാളാണ്. I request you to read Matthew chapter 6 verse 25 to 33. മത്തായി 6:25 മുതൽ 33 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. Yes. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്തു തിന്നും എന്തു കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തൊടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോടൊരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്കു കഴിയും? ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നതും എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്ന നിരൂപിപ്പിൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തന്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. ആകയാൽ നാം എന്തു തിന്നും എന്തു കുടിക്കും എന്തു ഒടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വക ഒക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥരായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. Beloved, we have a Father who takes care of us. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മളെക്കുറിച്ച് കരുതുന്ന ഒരു പിതാവ് നമുക്കുണ്ട്. Therefore, we need not worry about any of our needs. അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ച് നമ്മൾ ഒരിക്കലും വിചാരപ്പെടേണ്ട കാര്യമേ ഇല്ല. He is taking care of it. ദൈവം എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളും. But if you keep on reminding him, that means you don't believe in him. നിങ്ങൾ എപ്പോഴും അത് തന്നെ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അതിന്റെ അർത്ഥം നിങ്ങൾ ആ ദൈവത്തെ വിശ്വസിക്കുന്നില്ല എന്നാണ്. By reminding him and again, you say, Lord, I don't trust in you. നിങ്ങൾ എപ്പോഴും ഇതിങ്ങനെ ഓർമ്മിപ്പിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന, കർത്താവേ, ഞാൻ നിന്നെ അത്ര വിശ്വസിക്കുന്നില്ലെന്നാണ്. By reminding him again and again the same thing, what you tell to him, oh, I don't trust you, God. കർത്താവേ, പിന്നെയും പിന്നെയും നിങ്ങൾ അത് ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ പറയുന്നത്, എനിക്ക് അത്ര വിശ്വാസമില്ല എന്നാണ് നിങ്ങൾ ദൈവത്തെ. Let us not grieve our Lord. നമ്മൾ ഒരിക്കലും നമ്മുടെ ദൈവത്തെ ദുഃഖിപ്പിക്കരുത്. He knows all our needs. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവ് അറിയുന്നു. But what we should do? എന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? Let Christ live in us.
കർത്താവായ യേശു ക്രിസ്തു നമ്മിൽ ജീവിക്കട്ടെ. For that, one important step you have to take. അതിനുവേണ്ടി വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് നിങ്ങൾ എടുക്കേണ്ടിയിരിക്കുന്നു. That's what we find Hebrew chapter 4 verse 12. അത് നമ്മൾ കാണുന്നത് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. Hebrew chapter 4 verse 12. എബ്രായ ലേഖനം 4-ന്റെ 12-ാമത്തെ വാക്യം. In the morning I started a little bit, but we'll continue it ഞാൻ again. രാവിലെ അതല്പം തുടങ്ങി വെച്ചു, എന്നാൽ ഇപ്പോൾ നമുക്കത് തുടരാൻ കഴിയും. Hebrew chapter 4 verse 12. എബ്രായർ 4-ന്റെ 12. For the word of God is quick and powerful and sharper than any two-edged sword, piercing even to the dividing asunder of soul and spirit, and of the joints and marrow, and is a discerner of the thoughts and intents of the heart. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. Now I draw your attention to this chart. ഈ ചാർട്ടിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I believe all of you have understood it by now. നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. See, this is number one. This is about a believer. ഇത് ഒരു വിശ്വാസിയുടെ ചിത്രമാണ്. Inside is the Holy Spirit. ഏറ്റവും അകത്തായി നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. Then the inner man around him. അതിന് ശേഷം നമ്മൾ കാണുന്നത് അകത്തെ മനുഷ്യൻ. Then this yellow is the spirit, human spirit. പിന്നീട് നമ്മൾ കാണുന്നത് മനുഷ്യന്റെ ആത്മാവ്. Then this is the soul of the person. പിന്നെ ദേഹി നമ്മൾ കാണുന്നു. And then this is the flesh. പിന്നെ നമ്മൾ കാണുന്നത് ജഡമാണ്. Then this is the body. അവസാനം നമ്മൾ കാണുന്നത് ശരീരം, ദേഹം. So I already told you how the flesh has come. ഞാൻ നിങ്ങളോട് പറഞ്ഞു എങ്ങനെയാണ് ജഡം നമ്മിൽ ജനിച്ചതെന്ന്. Now what the flesh does? ഇപ്പോൾ ജഡം എന്താണ് ചെയ്യുന്നത്? Flesh encourages the soul to keep the spirit under its custody. ജഡം ദേഹിയിലൂടെ ആത്മാവിനെ ഞെരുക്കുന്നു. No, to keep it attached to it. അതിനെ തടവിലാക്കുന്നു. No, attached to it. അതിനോട് ചേർന്നിരിക്കാൻ. അതിന് ചേർന്നിരിക്കുവാൻ വേണ്ടി സഹായിക്കുന്നു. See, the flesh will always try to keep the spirit with the soul. ഈ ജഡം എപ്പോഴും ശ്രമിക്കുന്നത് ആത്മാവും ദേഹിയും തമ്മിൽ ഒന്നിച്ചു നിർത്തുവാൻ വേണ്ടിയാണ്. What the word of God says in Hebrew 4:12. എന്നാൽ എബ്രായർ 4-ന്റെ 12 എന്താണ് വചനം പറയുന്നത്? The soul and spirit should be separated. ആത്മാവും ദേഹിയും തമ്മിൽ വേർപെടണമെന്നാണ്. The word of God is strong enough to separate the soul and spirit. ദൈവത്തിന്റെ വചനം ആത്മാവിനെയും ദേഹിയെയും വേർപെടുത്തുവാൻ തക്കവണ്ണം ശക്തമാണ്. Here you can see that. അവിടെ നമുക്കത് കാണുവാൻ മുകളിലത്തെ ചാർട്ടിൽ Here you find the Holy Spirit. ഏറ്റവും ആദ്യം നമ്മൾ കാണുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. Then there is the inner man. പിന്നെ അകത്തെ മനുഷ്യൻ. Then the spirit of man. പിന്നെ മനുഷ്യന്റെ ആത്മാവ്. Then here you see the soul of man. അവിടെ മനുഷ്യന്റെ ദേഹിയെ നമുക്ക് കാണാം. And then the flesh of man. പിന്നെ മനുഷ്യന്റെ ജഡം നമുക്ക് കാണാം. And then the body of man. പിന്നെ മനുഷ്യന്റെ ദേഹം, ശരീരം നമുക്ക് കാണാം. But here you can see a brown color. It is written the sword, the word of God. എന്നാൽ അവിടെ ബ്രൗൺ കളറിൽ കൊടുത്തിരിക്കുന്നു ദൈവത്തിന്റെ വചനമെന്ന്. That means between spirit and soul, the sword, the word of God. ആത്മാവിനും ദേഹിക്കും നടുവിലായി നമ്മൾ ദൈവത്തിന്റെ വചനത്തെ കാണുന്നു. Then through the word of God, your spirit is separated from the flesh, from the soul. ദൈവവചനത്തിലൂടെ നിങ്ങളുടെ ആത്മാവ് ദേഹിയിൽ നിന്നും വേർപെടുത്തപ്പെടുന്നു. If that doesn't happen, അത് സംഭവിച്ചില്ലെങ്കിൽ your soul will always influence your spirit. നിങ്ങളുടെ ദേഹി എപ്പോഴും നിങ്ങളുടെ ആത്മാവിനെ സ്വാധീനിച്ചു കൊണ്ടിരിക്കും. In the soul you have your mind,
the will, the mind, and the emotion. നിങ്ങളുടെ ദേഹിയിൽ നിങ്ങളുടെ ഇച്ഛാശക്തിയും നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ വികാരവുമുണ്ട്. So that will come in your spirit. അത് നിങ്ങളുടെ ആത്മാവിലേക്ക് കടന്നു കയറും. You understood? മനസ്സിലാകുന്നുണ്ടോ? If you do not separate your spirit from your soul, നിങ്ങളുടെ ആത്മാവിനെ ദേഹിയുമായിട്ട് വേർപെടുത്തില്ല എങ്കിൽ the things in the soul will come in the spirit. ആ ദേഹിയിലുള്ളതെല്ലാം നിങ്ങളുടെ ആത്മാവിലേക്ക് കടന്നു കയറും. You should know that you have a spirit. നിങ്ങൾ ഒരു കാര്യം അറിയണം, നിങ്ങൾക്കൊരു ആത്മാവുണ്ട്. Then you have the Holy Spirit. നിങ്ങൾക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമുണ്ട്. So when something has gone in your spirit, ചിലത് നിങ്ങളുടെ ആത്മാവിലേക്ക് പ്രവേശിക്കുമ്പോൾ you do not know whether it is from the Holy Spirit or it is from your personal spirit. നിങ്ങൾക്ക് അറിയാൻ സാധിക്കത്തില്ല ഇത് ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് വരുന്നതാണോ അതോ നിങ്ങളുടെ ദേഹിയിൽ നിന്ന് വരുന്നതാണോ എന്ന്. There the servants of God and believers are confused. അവിടെയാണ് ദൈവത്തിന്റെ ദാസന്മാരും വിശ്വാസികളും അനിശ്ചിതാവസ്ഥയിലാകുന്നത്. They do not know whether this thought is from the soul or from God. ഇത് എന്റെ മനസ്സിൽ നിന്നാണോ അതോ ദൈവത്തിൽ നിന്നാണോ ഈ ചിന്ത വരുന്നതെന്ന് അറിയാതെ നമ്മൾ കുഴങ്ങുന്നു. They do not know whether this is the voice from God or voice from my soul. ഇത് ദൈവത്തിൽ നിന്ന് വന്ന ശബ്ദമാണോ അത് എന്റെ മനസ്സിൽ നിന്ന് വന്ന ശബ്ദമാണോ എന്നറിയാതെ കുഴങ്ങുകയാണ്. Because our soul is a strong person. കാരണം നമ്മുടെ ദേഹി ഒരു ശക്തമായ ഒരു വ്യക്തിയാണ്. And there is the flesh is standing as a mighty force to push all the thoughts into the spirit. അവിടെ തൊട്ടടുത്ത് നമ്മുടെ ചിന്തകളെ ആത്മാവിലേക്ക് തള്ളിവിടുവാനുള്ള ശക്തിയായിട്ട് ജഡം നിൽക്കുകയാണ്. Do you understand that? നിങ്ങൾക്കത് മനസ്സിലായോ? How many of you are following me? നിങ്ങൾ എത്ര പേര് എന്നെ മനസ്സിലാക്കുന്നുണ്ട്? See, if you know this, then you can recognize the difference of the spirit voice and God's voice. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞാൽ ദൈവത്തിന്റെ ശബ്ദവും നിങ്ങളുടെ മനസ്സിന്റെ ശബ്ദവും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയും. So now your family is attached to your soul. അത് നിങ്ങളുടെ ജീവിതം, അത് your family, നിങ്ങളുടെ കുടുംബം ദേഹിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. Your family is attached with your body. നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. And then it is attached with your soul. പിന്നെ നിങ്ങളുടെ ദേഹിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. And then the flesh makes it stronger attachment. ഈ ബന്ധത്തെ ഏറ്റവും ശക്തമാക്കുന്നത് നിങ്ങളുടെ ജഡമാണ്. Then you get that influence in your spirit also. അങ്ങനെ ആ സ്വാധീനം നിങ്ങളുടെ ആത്മാവിലും കടക്കുന്നു. So therefore the word of God should come in between your spirit and soul. അതുകൊണ്ട് അവിടെ ആത്മാവിനും ദേഹിക്കും ഇടയിലെ ദൈവത്തിന്റെ വചനം ശക്തമായി കടന്നു വന്നേ മതിയാകും. That's why he written the sword, the word of God separates the spirit of man from soul. അതുകൊണ്ടാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ വചനം എന്ന വാള് ആത്മാവിനെയും ദേഹിയെ തമ്മിൽ വേർപെടുത്തുന്നു എന്ന്. And then what are all the important words? ആമേൻ. അവിടെ നമ്മൾ പ്രധാനപ്പെട്ട വാക്യം കാണുന്നു. What are all the important words that separate soul from the spirit? ആ ആത്മാവിൽ നിന്ന് ദേഹിയെ വേർപെടുത്തുന്ന പ്രധാനപ്പെട്ട വാക്യം എന്താണ്? Luke 9:23. ലൂക്കോസ് 9:23 Read, you know it, but again read that. നിങ്ങൾക്കറിയാമെങ്കിൽ അതൊന്ന് വായിച്ചാട്ടെ. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. That sword should come between your soul and spirit. ആത്മാവിനും ദേഹിക്കും ഇടയിൽ ദൈവത്തിന്റെ വചനം കടന്നു വന്നേ മതിയാവും. This particular sword. ഈ ദൈവത്തിന്റെ വചനം എന്ന വാള്. What is that sword? ഇപ്പോൾ വായിച്ച വചനം. That sword is Luke 9:23. ആ ദൈവത്തിന്റെ വചനം എന്ന വാള് ലൂക്കോസ് 9:23 That should come into between your soul and spirit. ആ വചനം നിങ്ങളുടെ ആത്മാവിനും ദേഹിക്കും ഇടയിൽ കടന്നു വരണം. Then Luke chapter 14 verse 26 to 33. അതിനുശേഷം ലൂക്കോസ് 14:26 മുതൽ 33 വരെ. Please read. എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുന്നവന്
വയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് അത് തീർപ്പാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ? അല്ലെങ്കിൽ അടിസ്ഥാനം ഇട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കാം. കാണുന്നവരെല്ലാം ഈ മനുഷ്യൻ പണിവാൻ തുടങ്ങി, തീർപ്പാനോ വകയില്ല എന്ന് പരിഹസിക്കുമല്ലോ. അല്ല, ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പടയേൽപ്പാൻ പുറപ്പെടും മുമ്പ് ഇരുന്ന് 20,000 വരുന്നവനോട് ഞാൻ 10,000 എതിർപ്പാൻ മതിയോ എന്ന് ആലോചിക്കുന്നില്ലയോ? പോരാ എന്ന് വരികിൽ മറ്റവൻ ദൂരത്തിരിക്കുമ്പോൾ തന്നെ സ്ഥാനാപതികളെ അയച്ച് സമാധാനത്തിനെ അപേക്ഷിക്കുന്നു. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളത് ഒക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവൻ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. Oh brother, that sword should also come there in with your soul and spirit. എന്റെ പ്രിയ സഹോദരന്മാരെ, ആ വചനമെന്ന വാളും നിങ്ങളുടെ ആത്മാവിനും ദേഹിക്കുമിടയിൽ വന്നേ മതിയാകൂ. Then 1 Corinthians chapter then Matthew chapter 10 37-39. അതിനുശേഷം മത്തായിയുടെ സുവിശേഷം 10:37 മുതൽ 39 വാക്യങ്ങൾ കടന്നു വരണം. Yes. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. തന്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും. എന്റെ നിമിത്തം തന്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. Hallelujah. Praise the Lord. This sword also should come there. ആ വചനമെന്ന വാളും ആത്മാവിന്റെയും ദേഹിയുടെ ഇടയിൽ കടന്നു വരണം. Then start the pilgrim life. അതിനുശേഷമാണ് നമ്മൾ പ്രവാസികളായ ജീവിതം ആരംഭിക്കുന്നത്. And when you start as a pilgrim life, നിങ്ങളൊരു പരദേശിയായ ജീവിതം ആരംഭിക്കുമ്പോൾ 1 Corinthians chapter 7:29-31. 1 കൊരിന്ത്യർ 7:29-31 വാക്യങ്ങള്. എന്നാൽ സഹോദരന്മാരെ, ഇതൊന്നും ഞാൻ പറയുന്നു, കാലം ചുരുങ്ങിയിരിക്കുന്നു. ഇനി ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെയും കരയുന്നവർ കരയാത്തവരെ പോലെയും സന്തോഷിക്കുന്നവർ സന്തോഷിക്കാത്തവരെ പോലെയും വിലയ്ക്ക് വാങ്ങുന്നവർ കൈവശമാക്കാത്തവരെ പോലെയും ലോകത്തെ അനുഭവിക്കുന്നവർ അതിനെ അനുഭവിക്കാത്തവരെ പോലെയും ആയിരിക്കണം. ഈ ലോകത്തിന്റെ രൂപം ഒഴിഞ്ഞു പോകുന്നുവല്ലോ. Paul wrote that about 2000 years ago. പൗലോസ് ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പാണ് അത് എഴുതിയത്. At that time he said that time is short. അദ്ദേഹം പറഞ്ഞു സമയം വളരെ കുറവാണെന്ന്. Now if Paul writes, what he will write? ഇപ്പോൾ പൗലോസ് ഉണ്ടായിരുന്നെങ്കിൽ എന്താണ് എഴുതുക? He'll say there's no more time. ഇനി അധികം സമയമില്ല. He will say there's no more time. അദ്ദേഹം പറയും ഇനി അധികം സമയമില്ല. 2000 years ago he said time is short. 2000 വർഷം അദ്ദേഹം പറഞ്ഞു സമയം വളരെ കുറവാണെന്ന്. But now if he happened to say, what he will say? ഇപ്പോഴാണ് പൗലോസ് ഉണ്ടായിരുന്നത്, എന്താണ് പറയുക? He'll say no more time. ഇനി സമയം തീരെയില്ല എന്ന് പറയും. Hallelujah. Praise the Lord. Can you say hallelujah? നിങ്ങൾക്കൊരു ഹല്ലേലൂയ പറയാമോ? It's very difficult. Praise the Lord. It is very difficult. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. But then starts your pilgrim life. എന്നാൽ അവിടെയാണ് നിങ്ങളുടെ പരദേശവാസം ആരംഭിക്കുന്നത്. 1 Peter chapter 2 verse 11. 1 പത്രോസ് 2:11 വാക്യം വായിക്കാം. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന്. That's subject. Here we are addressed as pilgrims and strangers. ഇവിടെ നമ്മൾ അഭിസംബോധന ചെയ്തിരിക്കുന്നത് പ്രവാസികളും പരദേശികളും എന്നാണ്. You know, when you allow the sword inside between your soul and spirit, നിങ്ങൾ ദൈവവചനം എന്ന വാളിനെ നിങ്ങളുടെ ആത്മാവിനും ദേഹിക്കും ഇടയിൽ കടന്നു വരുവാൻ അനുവദിക്കുമ്പോൾ, then your spirit is free to be taken by the Holy Spirit. നിങ്ങളുടെ ആത്മാവ് സ്വതന്ത്രമായിട്ട് അത് പരിശുദ്ധാത്മാവിനാൽ ഭരിക്കപ്പെടുവാനിടയാകും. Hallelujah. Hallelujah. How your spirit could be taken over by the Holy Spirit? എങ്ങനെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാവിനെ കയ്യിലെടുക്കുന്നത്? When your spirit is separated from your soul. നിങ്ങളുടെ ദേഹിയിൽ നിന്ന് നിങ്ങളുടെ ആത്മാവ് വേർപെടുത്തപ്പെട്ട് കഴിയുമ്പോൾ. Hallelujah. Hallelujah. That's why Romans 1:9 Paul says. അതുകൊണ്ടാണ് റോമാലേഖനം 1:9 പൗലോസ് പറയുന്നത്. Yes. ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് Yes. അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എന്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. He says, I serve the Lord in my spirit. അവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം. 2 Corinthians chapter 12:2-4. 2 കൊരിന്ത്യർ 12 2 മുതൽ 4 വരെ.
ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പേ 3 സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. ആ മനുഷ്യൻ പറുദീസയോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. മനുഷ്യന് ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. Here Paul says, I know a man. ഇവിടെ പൗലോസ് പറയുന്നത് എനിക്കൊരു മനുഷ്യനെ അറിയാം. He was caught up to third heaven. അവൻ 3 സ്വർഗത്തോളം എടുക്കപ്പെട്ടു. Whether he has gone with the body, I do not know. അത് ശരീരം കൂടെയാണോ എന്ന് എനിക്കറിയത്തില്ല. But he says, I heard something there. എന്നാൽ അദ്ദേഹം പറയുന്നു, ഞാൻ അവിടെ ചില ശബ്ദങ്ങൾ കേട്ടു. What happened actually? എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചത്? The spirit of soul was taken by the Holy Spirit to third heaven. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൗലോസിന്റെ ആത്മാവിനെ 3 സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ടുപോയതാണ്. Hallelujah. ഹല്ലേലൂയ. The spirit of Paul was taken by the Holy Spirit to third heaven. പരിശുദ്ധാത്മാവ് പൗലോസിന്റെ ആത്മാവിനെ 3 സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ടുപോയി. How it was possible? എങ്ങനെ ഇത് സാധിക്കും? Because he used the sword in between to separate his spirit and soul. അതെങ്ങനെയാണ് സാധിച്ചെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ വചനമെന്ന വാള് ആ ദേഹിയെ തന്റെ ദേഹിൽ നിന്നും ആത്മാവിനെ വേർപെടുത്തുവാൻ അദ്ദേഹം ഉപയോഗിച്ചു. Hallelujah. Praise the Lord. Brothers, sisters, that's what God expects from us. എന്റെ പ്രിയ സഹോദരന്മാരെ, അതാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. Lord, separate my soul from my spirit. കർത്താവേ, എന്റെ ആത്മാവിനെ ദേഹിൽ നിന്ന് വേർപെടുത്തണമേ. So that none of my soul's advices will come into my spirit. അങ്ങനെ നീ വേർപെടുത്തി കഴിയുമ്പോൾ ഒരിക്കലും എന്റെ ദേഹിയുടെ ആലോചന എന്റെ ആത്മാവിലേക്ക് വരാതിരിക്കട്ടെ. Then none of my wisdom will come into my spirit. അങ്ങനെ ആയി കഴിയുമ്പോൾ ഒരിക്കലും എന്റേതായ ജ്ഞാനം എന്റെ ആത്മാവിലേക്ക് കടക്കുകയില്ല. Then none of my practical experience will not come into my spirit. ഒരിക്കലും എന്റെ പ്രായോഗിക പരിശീലനങ്ങളോ എന്റെ പരിചയങ്ങളൊന്നും എന്റെ ആത്മാവിലേക്ക് പറ്റിച്ചേരുകയില്ല. Then my spirit is united with the Spirit of God. അതിനുശേഷം എന്റെ ആത്മാവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമായി ഐക്യതയിലും ഒന്നിച്ചുമാകും. And that Holy Spirit take my spirit to the heavenly spirit. അങ്ങനെ വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ആത്മാവിനെ ആമേ സ്വർഗീയ മണ്ഡലങ്ങളിലേക്ക് എടുക്കും. That is Christian life. അതാണ് ക്രിസ്തീയ ജീവിതം. Hallelujah. ഹല്ലേലൂയ. God be willing, tomorrow I'll continue this. ദൈവം അനുവദിക്കുകയാണെങ്കിൽ അടുത്ത ദിവസം ഞാൻ ഇത് തുടരുന്നതാണ്. Now when you come to that experience, true worship starts. ആ ഒരു അനുഭവത്തിലേക്ക് നിങ്ങൾ വന്നു കഴിയുമ്പോഴാണ് യഥാർത്ഥ ആരാധന ആരംഭിക്കുന്നത്. Jesus Christ said the true worshippers must worship the Father in truth and in spirit. അത് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ദൈവത്തെ ആരാധിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണമെന്ന്. That means your spirit is taken over. Your spirit is taken over by the Holy Spirit. അതിന്റെ അർത്ഥം നിങ്ങളുടെ ആത്മാവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അധീനതയിലാകണമെന്നാണ്. That means for that you have to get it separated from your soul. അതിനുവേണ്ടി നിങ്ങളുടെ ദേഹിയിൽ നിന്നും നിങ്ങളുടെ ആത്മാവിനെ വേർപെടുത്തേണ്ടിയിരിക്കുകയാണ്. I request you to think about this and pray about it. അതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. I know it by experience. ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കത് അനുഭവമായിട്ടുണ്ട്. I can say what a great difference is that. എനിക്ക് അതിന്റെ വ്യത്യസ്തത എന്താണെന്ന് തീർച്ചയായും നിങ്ങൾക്ക് എന്നോട് പറയുവാൻ കഴിയും. What a great difference. വലിയ വ്യത്യസ്തതയാണത്. I don't bother about anyone in the world. ഈ ലോകത്തിലുള്ള ഒന്നിനെ കുറിച്ചും എനിക്ക് യാതൊരു ഉത്കണ്ഠയുമില്ല. I am not afraid of the Prime Minister of India. എനിക്ക് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ഒരു പേടിയുമില്ല. I am not afraid of the President of India. ഇന്ത്യൻ പ്രസിഡന്റിനെ കുറിച്ച് എനിക്ക് ഭയമില്ല. I am not afraid of anyone in the world. ഈ ലോകത്തിൽ ആരെയും ഞാൻ പേടിക്കുന്നില്ല. Why? എന്തുകൊണ്ട്? By the grace of God, I know my spirit is in fellowship with the Spirit of God. കർത്താവിന്റെ കൃപയാൽ എൻ്റെ ആത്മാവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമായി ഐക്യതയിലാണെന്ന് ഞാൻ നന്നായി അറിയുന്നു. Therefore, I am not afraid at all. അതുകൊണ്ട് എനിക്ക് യാതൊന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല. You know how many times they said for my head 15 lakhs. How many times they declared? How many times they declared for my head 15 lakhs, 15 lakhs. എത്ര പ്രാവശ്യം എൻ്റെ തലയ്ക്ക് 15 ലക്ഷം രൂപ ഇനാം പറഞ്ഞിട്ടുണ്ട്. Not once, not twice, not
10 times. ആമേൻ. ഒന്നോ രണ്ടോ പ്രാവശ്യമില്ല, 10 പ്രാവശ്യം. No, more than 10 times. 10-ലധികം പ്രാവശ്യം. Still I am walking alone. ഇപ്പോഴും ഞാൻ തനിച്ചാണ് നടക്കുന്നത്. Why? എന്തുകൊണ്ട്? I am not afraid of anyone in the world. എനിക്ക് ലോകത്തിൽ ആരെയും പേടിയില്ല. No one in the world. ഈ ലോകത്തിൽ ആരെയും പേടിയില്ല. My dear friend, when your spirit is free from your soul, you are a true child of God. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ ദേഹിൽ നിന്ന് വേർപെട്ട് കഴിയുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പൈതലാകുന്നത്. Hallelujah. Praise the Lord. Then you are a son of God. അപ്പോഴാണ് നിങ്ങൾ ദൈവത്തിന്റെ പുത്രനാകുന്നത്. Then you move with power and authority. അതിന് അങ്ങനെ ആയാൽ നിങ്ങൾ ആമേൻ ചലിക്കുന്നത്, നിങ്ങൾ സഞ്ചരിക്കുന്നത് അധികാരത്തിലും ശക്തിയിലുമായിരിക്കും. Hallelujah. Hallelujah. This wonderful privilege God has given for each and every one of us. ഈ വലിയ അനുഗ്രഹം ദൈവം നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും തന്നിരിക്കുകയാണ്. Let's pray. നമുക്ക് പ്രാർത്ഥിക്കാം. I am not singing a song so that you may, if I sing a song, you may forget these thoughts. ഞാൻ ഒരു പാട്ട് പാടിയാൽ ഒരുപക്ഷേ ഈ ചിന്ത നിങ്ങൾ മറക്കാൻ സാധ്യതയുണ്ട്. Therefore we are not going to sing a song now. അതുകൊണ്ട് ഇപ്പോൾ പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നില്ല. Quietly we'll pray and go. വളരെ ശാന്തമായി പ്രാർത്ഥിച്ച് നമ്മൾ പോവുകയാണ്. So that when you go home, these thoughts may continue to deal with you. അത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ ചിന്ത നിങ്ങളെ കടന്നു പിടിക്കട്ടെ, നിങ്ങളെ തുടരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. The soul, the spirit should be separated from soul. ആത്മാവ് ദേഹിൽ നിന്നും വേർപെടുത്തപ്പെടേണ്ടിയിരിക്കുകയാണ്. Hallelujah. Hallelujah. The spirit should be separated from soul. ദേഹിൽ നിന്നും ആത്മാവ് വേർപെടുത്തപ്പെടേണ്ടിയിരിക്കുകയാണ്. Then the Holy Spirit takes control of your spirit. അങ്ങനെയായാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാവിനെ ഭരിക്കുവാനിടയാകും. Then what a glorious life. അത് എത്രമാത്രം മഹത്വമേറിയ ഒരു ജീവിതമാണ്. No sorrow, ഒരു ദുഃഖമില്ല, no fear, ഒരു ഭയമില്ല, no burden. യാതൊരു ഭാരവുമില്ല. Walking with God. ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു അനുഭവം. Hallelujah. ഹല്ലേലൂയ. That's wonderful Christian life. അതാണ് ഏറ്റവും അത്ഭുതകരമായ ക്രിസ്തീയ ജീവിതം. If you get millions and millions of dollars, you cannot have this joy. കോടിക്കണക്കിന് ഡോളറുകൾ കിട്ടിയാലും ഈ തരം ഒരു സന്തോഷം അനുഭവിക്കാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. If some people come and offer millions and millions of dollars, I'll say, throw it away. What I have is costlier than all of it. കോടിക്കണക്കിന് ഡോളർ എനിക്ക് ദാനം ചെയ്യാമെന്ന് ആരും പ്രോമിസ് ചെയ്താലും ഞാൻ പറയും അതെല്ലാം എറിഞ്ഞു കളയുക. അതിനേക്കാൾ വലിയൊരു സന്തോഷമാണ് എൻ്റെ കയ്യിലുള്ളത്. എൻ്റെ കയ്യിലുള്ളതിനോട് വില മതിക്കുവാൻ ഇതിനൊന്നിനും ആവില്ല. Hallelujah. ആമേൻ. First century saints enjoyed this. ഒന്നാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാർ ഇത് അനുഭവിച്ചവരാണ് ഈ സന്തോഷം. Hallelujah. Praise God. Therefore they counted everything in the world as dung, as garbage. അതുകൊണ്ടാണ് അവർ ലോകത്തിലെ സകലതും ചപ്പെന്നും ചവറെന്നും എണ്ണിയത്. Hallelujah. Praise the Lord. For this glorious blessing, they counted everything in the world as dung and garbage. ഈ മഹത്വമേറിയ അനുഭവത്തിന് വേണ്ടി ലോകത്തിലുള്ള സകലതും അവർ ചപ്പെന്നും ചവറെന്നും എണ്ണുവാനിടയായി. Brothers and sisters, I welcome you for this glorious experience. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ മഹത്വമേറിയ അനുഭവത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Now the servant of God may pray and close our meeting. പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പാതവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങേക്ക് പഠിക്കുവാൻ അങ്ങ് ഇടയാക്കിയതിനാലും സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഏതെല്ലാം മേഖലകളിൽ ഞങ്ങൾ പരാജയമായിരുന്നവർക്ക് ഇതിനകത്ത് ഞങ്ങളോട് വ്യക്തമായി അങ്ങ് സംസാരിച്ചതിനാൽ സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ കൂടെ അങ്ങേ വെളിപ്പെടുത്തുവാൻ പിതാവ് കൃപ നൽകണം. പിതാവേ, ഞങ്ങളെ കാണുന്നവർ ഞങ്ങൾ കൂടെ അങ്ങേ ദർശിക്കുവാൻ അങ്ങ് സഹായിക്കണം. പ്രാർത്ഥിക്കുന്നു അങ്ങോട്ട് ചേർന്ന് നടക്കുവാൻ, ഞങ്ങളെ ഇഷ്ടം ചെയ്യുവാൻ, അങ്ങേ പ്രസാദിപ്പിക്കുവാൻ കൃപ തരണമേ കർത്താവേ. ദൈവമേ സ്തോത്രം. ഞങ്ങളുടെ ദാസന്റെ ജീവിതാനുഭവങ്ങളിലൂടെ ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിച്ചുകൊണ്ട് സ്തോത്രം. കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. അടുത്ത ദിവസങ്ങളിലെ ക്ലാസ്സിലും ദൈവം വലിയ അനുഗ്രഹം പകരണമേ കർത്താവേ. ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. വിശുദ്ധാത്മാവ് വീണ്ടും ഞങ്ങൾ ക്രിയ ചെയ്യണമേ. രാത്രി വീണ്ടും 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 കേട്ടവതിനായി ഇറക്കുവാൻ കർത്താവേ ഞങ്ങൾ കൃപ തരണമേ പ്രാർത്ഥിക്കുന്നു. സർവ്വമഹത്വവും പുകഴ്ചയും സ്തുതിയും ബഹുമാനവും അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ.